ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റിലാട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മസാല ഉണ്ടല്ലോ സൂപ്പറാണ്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതും നാടൻ സ്റ്റൈലിൽ വറുത്തരച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവസാന റൗണ്ട് കഴുകലാണ്. ഇനി ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിന്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഇത് കുഴച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാം. ഇനി ഞാനിതാ കുറച്ച് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളി, 2 പൊട്ടാറ്റോ, 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 1/2 സ്പൂണ് മുഴുവൻ കുരുമുളകാണ്, 1/4 സ്പൂണ് പെരിഞ്ചീരകം, ഒരു പച്ചമുളക് നടു കട്ട് ചെയ്തതാണ്, ചെറിയൊരു കറിവേപ്പിലൻ്റെ തണ്ടും വെച്ചിട്ട് നമുക്ക് ഇതൊന്നൊരു ഗോൾഡൻ കളറാവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പച്ചമണം പോക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി വയ്ക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാനിതാ 4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയൊരു പീസ് ഇഞ്ചി ഇട്ടുണ്ട്, അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ടിന്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ടൊമാറ്റോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. അത് ഇതേ പരുവത്തിലാണ് ഇത് പൊടിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, നമ്മൾ അരിഞ്ഞ് വെച്ച 3 ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടാറ്റോ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. ചെറിയൊരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്, വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഓൾറെഡി നമ്മൾ ചിക്കനിലെല്ലാം മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് പേസ്റ്റും തേങ്ങയിലെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ചെറിയൊരു സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തയ്യാറാക്കി വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള 2 ടൊമാറ്റോ ആണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനത് മൊത്തത്തിൽ എല്ലാ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇനി മസാല എല്ലാം സ്ഥലത്ത് എത്തുന്ന രീതിയിൽ ഇത് നന്നാക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കി, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ജാറൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പുതിനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി പുതിന ഉണ്ടാവും. അതുപോലെ 2 പിടി മല്ലിച്ചപ്പ്.
ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ചിക്കൻ കറി വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്. ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താ പറയുക, പൊറാട്ടയും കട്ടൻ ചായയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ സെർവ് ചെയ്യാൻ പോവാണ്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്, കുറച്ച് പുതിനൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മുടെ ഉച്ചത്തെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് കൂടുതൽ വിഭവങ്ങളൊന്നുമില്ല. ഉപ്പേരിയും ചിക്കൻ കറിയും അച്ചാറാണ് ഇന്നുള്ളത്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.